പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ മുൻകാലത്ത് സിപിഎമ്മിൽ രൂപം കൊണ്ടിരുന്ന വിഭാഗീയത ഇന്ന് കള്ളക്കടത്ത് മാഫിയയുടെയും വർഗീയ ചേരിതിരിവുകളുടെയും പേരിലാകുമ്പോൾ സിപിഎമ്മിൽ രൂപം കൊള്ളുന്നത് ഇന്നുവരെ കാണാത്ത ഗ്രൂപ്പ് സമവാക്യങ്ങൾ. മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടുന്ന പിണറായി വിജയന്റെ നിലപാടുകളിൽ അതൃപ്തരായവർ പുതിയ ഗ്രൂപ്പുമായി പോരാട്ടത്തിനിറങ്ങിയപ്പോൾ അവർ ആയുധമാക്കിയ PV അൻവർ മുന്നോട്ട് നീങ്ങുന്നത് സിപിഎമ്മിന്റെ അടിത്തറ ഇളക്കുന്ന നീക്കങ്ങളുമായി. എന്നാൽ ആത്യന്തികമായി സിപിഎമ്മിന്റെ പൂർണ്ണ നാശത്തിന് നിലവിലെ രാഷ്ട്രീയ നീക്കങ്ങൾ വഴിവെക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഇപ്പോൾ സിപിഎം ഏറെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം PV അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായി അദ്ദേഹം ഉയർത്തിക്കാട്ടിയ ചില ആരോപണങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല മുഹമ്മദ് റിയാസിനെ വളർത്താൻ വേണ്ടി മാത്രം ഒരു പാർട്ടി എന്നൊരു നിലപാടിലേക്കാണ് PV അൻവർ വന്നിരിക്കുന്നത്. അൻവർ മാത്രമല്ല, സിപിഎമ്മിനുള്ളിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു ഭിന്നത നേരത്തെ തന്നെ രൂപപ്പെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ മരുമകനാണ് മുഹമ്മദ് റിയാസ്. അതുമായി ബന്ധപ്പെട്ട റിയാസിന് കൂടുതൽ പദവികൾ നൽകുന്നു, അല്ലെങ്കിൽ റിയാസിന് വേണ്ടി മാത്രം പാർട്ടി പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ നിരവധി ആരോപണങ്ങളാണ് നേരത്തെ തന്നെ ഉയർന്നു വന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും കൃത്യമായ രീതിയിൽ ചാട്ടുളി പോലെയുള്ള വാക്യങ്ങളാണ് PV അൻവർ കഴിഞ്ഞ കാലങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിപിഎമ്മിന്റെ സ്ഥിതി എന്താണ്? ഇപ്പോൾ അവിടെ നിന്ന് പ്രതികരണങ്ങൾ വരുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇപ്പോഴും പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ആയിട്ടില്ല, അല്ലേ? ദേവിയെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായൊരു കാര്യമുണ്ട്. മുൻപെല്ലാം തന്നെ CPM വിജയിച്ചിരുന്നത്, ഇല്ലെങ്കിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നിരുന്നതുമെല്ലാം തന്നെ ഹൈന്ദവ വോട്ടുകളുടെ കൂടി ഒരു വലിയ രീതിയിൽ അത് സ്വരൂപിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യം മാറുന്നു. എന്നും CPM-നൊപ്പം നിന്നിരുന്ന ഹൈന്ദവരെ തഴഞ്ഞ് ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് പാർട്ടി പോകുന്നു എന്ന ഒരു തോന്നൽ പൊതുസമൂഹത്തിൽ ആകപ്പാടെ വന്നതോടെ അത് ക്രൈസ്തവ വോട്ടുകളും ഹിന്ദു വോട്ടുകളും LDF-നും CPM-നും നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ അതിന് പ്രതിവിധി തേടി അവർ ചില അടവ് നയങ്ങളുമായി രംഗത്തെത്തുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് പിണറായി വിജയൻ മുഹമ്മദ് റിയാസിനെ പിന്തുണച്ചുകൊണ്ടില്ലേ മുഹമ്മദ് റിയാസിനെ അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് പോലും കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ ഇതിനെതിരെ വലിയ ഒരു വിഭാഗം, അത് യുവ നേതാക്കളടക്കമുള്ളവർ, പിണറായിക്കൊപ്പം അണിനിരന്നിരുന്നവരിൽ തന്നെ വലിയ ഒരു വിഭാഗം മറ്റൊരു ചേരി ഉണ്ടാക്കിക്കൊണ്ട് പിണറായിയെ ചെറുക്കുന്നതിനുള്ള നീക്കം തുടങ്ങുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് നേരിട്ട് പിണറായിയെ എതിർക്കാനില്ല, പിണറായിക്കെതിരെ ആരോപണവുമായി രംഗത്തേക്ക് വരാൻ ഒരു ഭയം, ഇല്ലെങ്കിൽ ഒരു അറപ്പ് നിലനിൽക്കുമ്പോൾ അതിനായി അവർ വിനിയോഗിക്കുന്നത്, അവർ ആയുധമാക്കുന്നത് PV അൻവറിനെയാണ്. PV അൻവറിന് പിന്നിൽ നിന്നുകൊണ്ട് എല്ലാ പിന്തുണയും CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ, പല മന്ത്രിമാർ, P രാജീവും ബാലഗോപാലും MP രാജേഷും അടക്കമുള്ള മന്ത്രിമാർ, സ്പീക്കർ ഷംസീർ അടക്കമുള്ളവർ ആ ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ അത് അൻവറിന് കൂടുതൽ കരുത്തു പകരുകയും അൻവറിനൊപ്പമുള്ള അൻവറിന് മുന്നോട്ട് വെച്ച അജണ്ടകൾ നടപ്പാക്കാൻ അതിനെ വിനിയോഗിക്കുകയും ചെയ്തുകൊണ്ട് അൻവർ മുന്നോട്ട് പോകുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അത് വലിയ രീതിയിൽ പാർട്ടിയിൽ ചർച്ചയാവുന്നു. ഇനിയും അൻവറിൻ്റെ ആരോപണങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവതരവും ആഭ്യന്തര വകുപ്പിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ പലരും പറയാൻ മടിച്ചിരുന്ന സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അത് വലിയ രീതിയിൽ ആഭ്യന്തര വകുപ്പിനെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ അൻവർ അതിര് കടക്കുന്ന ഒരു സാഹചര്യം വരികയും അൻവറിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറ്റു പലതുമാണ്, മത താല്പര്യങ്ങൾ അടക്കമുള്ളത് അതിന് പിന്നിലുണ്ട് എന്നതും, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധത്തിൻ്റെ ആരോപണങ്ങൾ ശക്തമാവുകയും അതിനെ ശരിവെക്കുന്ന തരത്തിൽ അൻവറിൻ്റെ പ്രതികരണങ്ങൾ വരികയും എല്ലാം ചെയ്തതോടെ അൻവറിനെ സംരക്ഷിക്കുന്നതിന് ഈ പിണറായി വിരുദ്ധ വിഭാഗത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന തിരിച്ചറിവുണ്ടാകുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെ അൻവർ ആരും തന്നെ പാർട്ടിയിൽ നിന്ന് പിന്തുണച്ചില്ലെങ്കിലും തന്നെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ പോരാളി ഷാജിയെ പോലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പോരാടുന്ന അത്തരം സൈബർ പോരാളികൾ അവർ അൻവറിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ SDPI പോലുള്ള, ഇല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളിൽ നിന്നുള്ളവർ അവരുടെ സഹായവും മറ്റും അൻവറിന് പിന്നിലേക്ക് അണിനിരക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ പുതിയൊരു രാഷ്ട്രീയ അന്തരീക്ഷം ഇടതുപക്ഷത്തിൽ രൂപപ്പെടുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ഹൈന്ദവ വോട്ടുകൾ ഒപ്പം ചേർത്തെങ്കിൽ മാത്രമേ ഇനിയും ഒരു തിരിച്ചുവരവ്, ഇല്ലെങ്കിൽ ഒരു തുടർഭരണം എന്നുള്ള ആശകളെല്ലാം തന്നെ CPM-ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതിനുള്ള അടവ് നയം പയറ്റിക്കൊണ്ട് മലപ്പുറത്തെ അപ്പാടെ അധിക്ഷേപിക്കുന്ന ഘട്ടം വരുന്നു. ഇതേ സാഹചര്യത്തിൽ അൻവർ മുന്നോട്ട് വെക്കുന്നത് നിസ്കരിക്കുന്നതിന് പോലും CPM വിലക്കേർപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണം വരുന്നു. അങ്ങനെ മുസ്ലിം വിശ്വസ്തരായില്ല, മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന, ഇല്ലെങ്കിൽ തീവ്രവാദ
നിഷ്പക്ഷമായ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവരെയും മതരാഷ്ട്രവാദികളായുള്ളവരെയും എല്ലാം പിന്നിൽ അണിനിരത്തിക്കൊണ്ട് CPM-നെ ഏത് രീതിയിലും പ്രതിരോധിച്ച് നിർത്താൻ പറ്റുന്ന ഒരു ശക്തിയായി, പ്രത്യേകിച്ചും മലബാർ മേഖലകളിൽ മാറുന്നതിനുള്ള ശക്തമായ നീക്കവുമായി അൻവർ മുന്നോട്ട് പോകുമ്പോൾ അൻവറിനെ പിന്തുണച്ചവർ പോലും വെട്ടിലാവുന്ന ഒരു സാഹചര്യം വരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ പിണറായി വിജയൻ്റെ നീക്കങ്ങളെല്ലാം തൻ്റെ അധികാരം ഇതുവരെ വെച്ച് പുലർത്തിയിരുന്ന അധികാരം തുടരുന്നതിനും മുഹമ്മദ് റിയാസിനെ അടക്കം വളർത്തിക്കൊണ്ട് വന്നുകൊണ്ട് പാർട്ടിയിൽ ഒരു അതിശാദ്യ നേതാവെന്ന നിലയിൽ തുടരാനുമുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള ചേരിതിരിവുകൾ പാർട്ടിയിൽ രൂപപ്പെടുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ അണിനിരക്കുന്നതില്ലെങ്കിൽ ആദ്യഘട്ട ഇവർ തമ്മിലുള്ള തെറ്റലിന് ഏറ്റവും പ്രധാനമായി വന്ന മറ്റ് ചില കാരണങ്ങളുണ്ട്. അത് സ്വർണ്ണക്കടത്ത് പോലുള്ള കള്ളക്കടത്തുകാരുടെ ഇടപെടലും അവർക്കുള്ള പലരിലുള്ള സ്വാധീനങ്ങൾ, അത് തമ്മിലുള്ള അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള വൈരാഗ്യങ്ങളും മറ്റും വലിയ രീതിയിൽ ഇതിലേക്കെല്ലാം പ്രതിഫലിക്കുന്നു. ഇങ്ങനെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ അപജയത്തിലേക്ക് CPM-നെ എത്തിച്ചു നിർത്തുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ഇതിൽ ലൂസിഫർ സിനിമയിലും മറ്റും പറയുന്ന പോലെ തെറ്റുകൾ തമ്മിലുള്ള വലിയ പോരാട്ടം CPM-നുള്ളിൽ ശക്തമാവുമ്പോൾ അതിൽ ആർക്കൊപ്പം നിൽക്കണമെന്ന വലിയ ആശയക്കുഴപ്പത്തിലാണ് നിഷ്പക്ഷരായ കുറച്ച് പഴയ സഖാക്കളുണ്ട്. അവർക്ക് എന്ത് നിലപാട് സ്വീകരിക്കണം, ഇതിൽ ആരെ കൊള്ളണം ആരെ തള്ളണമെന്ന വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ഇതേ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം CPM സമ്മേളനങ്ങളിൽ ശക്തമായി സജീവമായി ചർച്ചകൾക്ക് കൊണ്ടുവന്നുകൊണ്ട് അത് ഇനി ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ ലോക്കൽ സമ്മേളനത്തിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുമ്പോഴായാലും ഏരിയ സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോഴായാലും എല്ലാം കൃത്യമായ ഇവരുടെ ലക്ഷ്യങ്ങളിലേക്ക് പാർട്ടിയെ രൂപപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ സജീവമാകുന്നു. അങ്ങനെ വരുന്ന ഘട്ടത്തിലും അൻവർ പുറത്തു നിന്നുള്ള ആരോപണങ്ങളുമായി ശക്തമായി പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പാർട്ടിയിൽ നിലനിൽക്കുന്നത്. ദേവിക.